നമസ്കാരം. റാം സ്കൂളിലെ എല്ലാവർക്കും. ഞാൻ ഇടുക്കിയിൽ നിന്ന് വരുന്ന എൻ്റെ പേര് ബിന്ധ്യ. ഞാനൊരു യൂണിറ്റ് മുയലിനെ വിളിച്ച് ഇടുക്കിയിലൊരു മേഡത്തിൻ്റെ അടുത്ത് വളർത്താൻ തുടങ്ങിയതാണ്. ഇപ്പോൾ 6 മാസമായി ഞാൻ വളർത്താൻ തുടങ്ങിയിട്ട്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മുയലുകൾക്ക് 2 ബ്രീഡിംഗ് മുയലുകൾക്ക് സുഖമില്ലാതെ വന്നു. അപ്പോൾ മേഡത്തെ പ്രാവശ്യം വിളിച്ചു, ഫോൺ എടുക്കുമ്പം ഗ്രൂപ്പിൽ ചോദിക്കും മറുപടി കിട്ടുമെന്ന് പറഞ്ഞു. ഇങ്ങനെ ഗ്രൂപ്പിൽ ചോദിച്ചു മറുപടി കിട്ടിയില്ല. അങ്ങനെ എൻ്റെ 2 ബ്രീഡിംഗ് മുയൽ ചത്തുപോയി. അവസാനമാണെങ്കിൽ പിന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോഴാണ് ആഷ്യാന ഗ്രൂപ്പിനെ ഫാമിനെ കുറിച്ച് കണ്ടത്. അങ്ങനെ ഞാൻ സാറിൻ്റെ അടുത്ത് വന്നു. സാറ് വന്നപ്പോൾ ക്ലാസ് എടുത്തു, പിന്നെ CD തന്നു. അങ്ങനെ എനിക്ക് മരുന്നൊക്കെ സാറ് തന്നെ പറഞ്ഞു തന്നു. ഞാൻ സാറിൻ്റെ അടുത്ത് മുയലിനെ ഇപ്പോഴാണ് കൊണ്ടുപോകുന്നത്, 2 യൂണിറ്റ് പോയി. അതിന് മുമ്പേ സാർ എനിക്ക് എൻ്റെ മുയലുകൾക്ക് ആദ്യം മേടിച്ച മുയലുകൾക്കുള്ള മരുന്നും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് സാറാണ് എന്നെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ 2 യൂണിറ്റ് മുയലിനെ വീണ്ടും ഇവിടുന്ന് മേടിച്ചുകൊണ്ട് പോവുകയാണ്. ഞാൻ ആദ്യം വളർത്തിക്കൊണ്ടിരുന്നത് വെച്ചാൽ സ്റ്റെപ്പായിട്ടുള്ള കൂട്ടിലാണ് വളർത്തിക്കൊണ്ടിരുന്നത്. എനിക്ക് അങ്ങനെയാണ് അറിവ് തന്നത്. അപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ മുയലുക്ക് സുഖമില്ല അങ്ങനത്തെ പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു അതൊന്ന് മാറ്റി നിങ്ങൾ ചെയ്ത് നോക്കാൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് ഒത്തിരി പൈസ അങ്ങനെ ആദ്യം സ്റ്റെപ്പായിട്ട് ഉണ്ടാക്കി. നഷ്ടം മാത്രമല്ല, ഒത്തിരി സമയനഷ്ടമുണ്ട്. അത് വൃത്തി ഉണ്ടാവത്തില്ല. ഫാമിനകത്ത് കയറുമ്പോൾ ചെറിയ സ്മെല്ല്, നമ്മൾ എത്ര വൃത്തിക്ക് നോക്കിയാലും സ്മെല്ലുണ്ട്. നമ്മൾ ക്ലീൻ ചെയ്യാനൊക്കെ നമുക്ക് ഒത്തിരി സമയം പോകുമായിരുന്നു. ഇപ്പോൾ സാറ് പറഞ്ഞനുസരിച്ച് ഞാൻ വീണ്ടും കൂടെല്ലാം റീസെറ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ജോലിഭാരവും കുറഞ്ഞു. കൂടെല്ലാം വൃത്തിയായിട്ട് കിടക്കും. നല്ല രീതിയിലാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ ഇത് ശരിക്കും പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും എവിടുന്ന് പഠിച്ചാലും രാഷ്ട്രങ്ങൾ വരുമ്പോൾ വിൽക്കലെത്തും. അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കണം. ചിലരിപ്പോൾ കൊണ്ടുപോയിട്ട് ആയിട്ട് ചെറിയ അതാണ് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്നെ കൊണ്ട് കൊണ്ടുപോകത്തിന് ഈ സാധനം അവിടെ കഴിക്കും. അപ്പോൾ ഇത് ഒറ്റയ്ക്ക് ചെയ്യുക, നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. എല്ലാം അവിടെ കൊണ്ടുപോയി വെച്ചുകൊണ്ട് സെപ്പറേറ്റ് ഇട്ടാലേ നമ്മൾ ഇതിനെ ഓരോന്നും എല്ലാ പെൺമോലിനും കൂടി നമ്മൾ 2 പെൺമോലിനെ പ്രസവിക്കും. പ്രസവിച്ചു വലിയ ഭാഗം ഇങ്ങനെ നോർത്ത് സൗത്തിൽ കാറ്റടിക്കൂല, ഇങ്ങനെ കാറ്റടിക്കും. അപ്പോൾ വെള്ളം ഭാഗം ഇങ്ങനെ വെക്കുക. പുറത്തുനിന്നുള്ള ഒരാളെ അതിൻ്റെ അകത്തേക്ക് പ്രവേശിപ്പിക്കരുത്. കുട്ടികളാണ് നിങ്ങളുടെ ഭാര്യ കല്യാണം കഴിച്ചല്ലേ, കുട്ടികളെ ആയിട്ടില്ല. ഇനി നിങ്ങളുടെ ഭാര്യ പ്രസവിക്കും, കുട്ടി ഉണ്ടാവും. നാട്ടുകാരും കുടുംബക്കാരും വീട്ടുകാരും കുട്ടികളെ കാണാൻ അതുപോലെ മുതൽ പറ്റില്ല. ഇത് കുട്ടികൾക്ക് ചെയ്യാനുള്ളതല്ല, ഇത് വലിയവർക്ക് മാത്രം ചെയ്യാനുള്ളതാണ്. കുട്ടികൾ അതിൻ്റെ അകത്തേക്ക് കയറി പിന്നെ രോമെല്ലാം കൂടെ മുട്ടിലേക്ക് കയറും, കുട്ടികളെ അപ്പുറം പിടിക്കും. അപ്പോൾ കുട്ടികളെ കളിയല്ലത്, ഇത് വലിയവർക്ക് ചെയ്യാനുള്ളത് മാത്രമാണ്. ആ ഒരു കാര്യം നിങ്ങളെ മനസ്സിലാക്കി കൊടുക്കുക. വലിയവർക്ക് മാത്രം ചെയ്യാനുള്ള പുറത്തുനിന്നുള്ള ആൾക്കാരിനകത്ത് പ്രവേശിപ്പിക്കരുത്. മൊബൈലിനെ എടുത്തിട്ട് വീട്ടിനകത്ത് കൊണ്ടുവെക്കാനും പാടില്ല. അതിന് അത്തരം നോക്കുകയില്ല. എന്ത് സംശയം വന്നാലും ഇങ്ങോട്ട് വിളിക്കുക. ഈ ഒരു ഫോണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കർഷകർക്കുള്ളതാണ്. എപ്പോൾ വേണമെങ്കിലും അവർക്ക് എന്നെ വിളിക്കാം. രാത്രി 12 മണിക്കോ 1 മണിക്കോ വിളിച്ചാൽ ഞാൻ ഫോണെടുക്കുന്നതിൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും. പൊട്ടത്തരങ്ങൾ ഓരോരുത്തർ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഓരോരോ വീഡിയോസ് ഉണ്ടാവും. മക്കളുടെ വെള്ളം കൊടുക്കരുത്, മറ്റേ പാത്രത്തിൽ വെള്ളം കൊടുക്കരുത്. അത് ഇമീഡിയേറ്റ് ചെയ്തിട്ട് ചെയ്യാൻ നിൽക്കണ്ട, നിങ്ങൾ അനുഭവിക്കും. ഹംസാക്ക നിങ്ങളെ തൊട്ടടുത്ത് ഒരു ഉദാഹരണമാണ്. അവിടെ 2 യൂണിറ്റ് മുതൽ 150 കുട്ടികൾ, ഇനി 7 യൂണിറ്റ് കൂടെ കൊണ്ടുപോകുന്നുണ്ട്. അത് കണ്ടിട്ട് അതുപോലെ ചെയ്യും. ദയവ് ചെയ്തിട്ട് നിങ്ങൾ പരാജയപ്പെട്ടാൽ ആ നിങ്ങളെ പരാജയം എൻ്റെ പരാജയമാണ്. ഈ കഷ്ടപ്പെട്ടിട്ട് ഈ ഓരോരുത്തരുടെ വീട്ടിലേക്ക് രാത്രി 12 മണി 2 മണിക്കാണ് മിഞ്ഞാന്ന് ഞങ്ങൾ തിരിച്ചെത്തിക്കുന്നത്. എന്തിനാണ് ഓരോരോ വെട്ടിത്തരങ്ങൾ കാണിക്കുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. 2 മാസമായിട്ട് മോനെ കൊണ്ടുവച്ചിട്ടാണ് ഭർത്താവ് ഇങ്ങനെ നോക്കിയും കൂടി ഇരിക്കുന്നത്. അതിന് അനവൃത്തിയല്ലേ കുട്ടികളുണ്ടാവുള്ളൂ. അയാളൊപ്പം കൊണ്ടുപോയ ഒരാൾക്ക് 40 കുട്ടികളാണ്. അപ്പം നല്ലപോലെ പഠിക്കാൻ ഈ ബുക്ക് എന്ന് പറഞ്ഞാൽ ഈ റമദാൻ മാസത്തിൽ മുസാഹിഫ് എടുക്കും. ആ ഒരു മാസം ഇങ്ങനെ ഓടും.
രാമായണ മാസത്തിൽ രാമായണം എടുക്കും ആ ഒരു മാസം കംപ്ലീറ്റ് ഉണ്ട് പോകും. അത് കഴിഞ്ഞാൽ വീണ്ടും അതിൻ്റെ അകത്ത് കണ്ടു. ഇതങ്ങനെ പറ്റൂല. ആ ചെറിയ ബുക്കിയത് ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ഞങ്ങൾക്ക് പറ്റിയ പരാജയങ്ങൾ മറ്റുള്ളവർക്ക് വരാതിരിക്കാനും വേണ്ടിയിട്ടാണ് അത് പോയി പഠിക്കാൻ പോകുന്നത്. ഇതവിടെ കൊണ്ടുവച്ചിട്ട് യൂട്യൂബിൽ വന്നിട്ട് പിന്നെ ഫേസ്ബുക്ക് മറ്റേ നമ്മുടെ ഗ്രൂപ്പിൽ വന്നിട്ട് ചോദിക്കണ്ട മുയലിൻ്റെ വയറ്റിളക്കം വന്നിട്ട് അതിനെന്താ ലക്ഷണം എന്ന്. വയറിളകിയാൽ അതാണ് അതിൻ്റെ ലക്ഷണം. അത് ചോദിക്കാൻ നിൽക്കണ്ട. അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് അതിൽ കിട്ടും. അതിൽ കിട്ടാത്തതാണെങ്കിൽ മാത്രം വിളിക്കുക. എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. ശരി, നല്ല പഠിച്ചു. അതാണ് കർഷകൻ. 7 മിനിറ്റ് പിരിയും ബുക്ക് ചെയ്ത് ഞങ്ങൾ തിരിച്ചു മേടിക്കല്ലോ. ഞങ്ങൾ ഇറച്ചി കൊടുക്കുന്ന കണ്ടില്ല. ഇതേപോലെ തന്നെ ഞങ്ങൾ ഡെയിലി ഇറച്ചി കൊടുക്കുന്നുണ്ടല്ലോ. ഞങ്ങൾക്ക് മാർക്കറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങളോട് തിരിച്ചു തരാൻ പറഞ്ഞത്. നിങ്ങളാ പാലക്കാട് ജില്ല അവിടെ എന്ന് പറഞ്ഞാൽ അട്ടപ്പാടി ആദിവാസികളാണ്. അവരൊന്നും മുതലെടുത്ത് കഴിക്കില്ല. അതിൽ കഞ്ചാവ് ചാരായ വേണ്ടത്. അപ്പോൾ ഇവിടെ തന്നെ കൊണ്ടുവരണം. നിങ്ങളെവിടുന്ന? പാലക്കാട് കൊല്ലംകോട്. നിങ്ങളവിടെ മറ്റേ ദീപമൊക്കെ കണ്ട യൂട്യൂബിൽ കണ്ടിട്ടാണ് വീട്ടിൻ്റെ മേലെ ചെയ്യുന്നത്. അതുപോലെ ചെയ്താൽ നന്ന് ചൂട് കൂടുതലുള്ളതാണ്. ഷെഡ് നല്ല പോലെ കിട്ടണം. നിങ്ങളെവിടുന്ന? ഇവിടെ കോട്ടയത്ത് എവിടെ? കോട്ടയത്ത് മിഞ്ഞാന്ന് ബുക്ക് ചെയ്ത് വീട്ടിൽ കൊടുക്കണം. നിങ്ങൾ എന്താണ് ഭാര്യക്ക് താല്പര്യം ഉണ്ടോ? കല്യാണം കഴിച്ചില്ല. ഞാൻ കൊണ്ടാണത് ഡേറ്റ് എക്സ്പയർ ആവാനായിട്ട്. എൻ്റെ മകന് 27 വയസ്സായി കല്യാണം കഴിച്ചൊരു കുട്ടിയത്. നിങ്ങൾക്ക് എത്ര 32 31 അന്നൊക്കെ 32 നിങ്ങൾ കന്യാകുമാരി അങ്ങോട്ടും ഇങ്ങോട്ടും. അതായത് ഭക്ഷണം കഴിക്കുന്ന കേരളത്തിലും അപ്പിടാൻ പോകുന്ന തമിഴ്നാട്. എന്താണ് വെറുതെ 45 വയസ്സാ? എത്ര? എവിടെ ഗൾഫില്? പുരുഷന്മാരാണ് വീട് നോക്കുന്നത്. അത് ഗൾഫിലേക്ക് പോയിട്ടില്ലെങ്കിലും UK US പോയിട്ടില്ലെങ്കിൽ പോലും വീട്ടിൻ്റെ തൊട്ടടുത്ത് ഒരു തട്ടുകട, ഒരു പെട്ടിക്കടട്ട്, അതിൻ്റെ അകത്ത് കഞ്ഞി കപ്പ ഇതെല്ലാം വിറ്റിട്ട് അവളാണ് കുടുംബം നോക്കുന്നത്. ഞങ്ങൾ ഈ മലബാറിൽ പുരുഷന്മാർ ഗൾഫിൽ പോകും, രാവും പകലും അധ്വാനിക്കും, ആർബിയുടെ ആട്ടും തുപ്പും ചീറ്റയും കേട്ട് അവിടുന്ന് കാശിന് അയച്ചു കൊടുക്കും, ഭാര്യമാർ അടിച്ചു കൊടുത്ത് ജീവിക്കും. ഇതാണ് ലൈഫ് സ്റ്റൈൽ കേരളത്തിൻ്റെ. ശരിയാണോ അല്ലേ? ഇച്ചായം പറയും. ശരിയല്ലേ? ആ, നിങ്ങൾ ബഷീറാക്കാനൊപ്പം നിങ്ങൾ എന്താണ്? ഞാൻ ഗൾഫിലായിരുന്നു. ഇപ്പോൾ ഇവിടെ നാട്ടിൽ ബിസിനസ്സൊക്കെ ഉണ്ട്. എന്ത് ബിസിനസ്? ഈ പേപ്പർ പ്ലേറ്റിൻ്റെ ബിസിനസ്. നിങ്ങളെവിടുന്ന? ഞാൻ കുന്നോളം, തൃശ്ശൂർ. എന്താണ്? നേഴ്സ് ആരെങ്കിലും വഴി നോക്കിക്കോളും. കോട്ടയത്തേരാ? ഹസ്ബൻഡ് വരുന്ന ക്ലാസ് പാലക്കാട്. നിങ്ങളെവിടുന്ന? മഞ്ചേരി. എവിടെ? പാടിക്കട. നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടോ? ഹസ്ബൻഡ് കുഴപ്പമില്ല. സോറി, പണി ചെയ്യാത്തവർക്ക് പറഞ്ഞ 2 കാര്യം. ഒന്ന് രാഷ്ട്രീയം, ഒന്ന് റിയൽ എസ്റ്റേറ്റ്. പണി ചെയ്യാത്തവർക്ക് നിങ്ങളെവിടുന്ന? കൊണ്ടോട്ടി. അപ്പോഴേ നിങ്ങൾ എല്ലാവരോടും ദയവ് ചെയ്തിട്ടൊരു കാര്യം പറയാൻ. ഞങ്ങൾ ഈ മുയൽ വാഴും മേടം, പണം വാഴും മേടം പരസ്യം കണ്ടിട്ടോ, ഞങ്ങൾ ഈ സ്റ്റേറ്റ് അവാർഡോ നാഷണൽ അവാർഡോ കണ്ടിട്ടോ, അല്ലെങ്കിൽ ഈ ഇതെല്ലാം കണ്ടിട്ട് ദയവ് ചെയ്തിട്ട് മുയൽ കൃഷി ചെയ്യരുത്. ഇതിന് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. പെറ്റുപേരും കുറേ കുട്ടികളുണ്ടാവും. പറമ്പിൽ ഇറങ്ങണം, നെല്ല് അരിയണം, തിന്നാൻ കൊടുക്കണം. ഇതിനൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് ഇറങ്ങിത്തിരിച്ചാൽ മതി. ഒരു ഭാര്യയും ഭർത്താവ് ഇരിക്കുന്നത് തിരുവനന്തപുരത്തും കൊല്ലത്തു നിന്നുള്ള ആൾക്കാർ വരുന്നപ്പോൾ ബുക്ക് ചെയ്യുന്നത്, കാശിറക്കുന്ന ഫോണ്, യൂട്യൂബിൽ കുറേ ആൾക്കാർ വോയിസ് ചെയ്യുന്നത്, വിൽക്കാൻ കൊണ്ടുവന്നത്, ഇതൊന്നും നോക്കിയിട്ട് ചെയ്യരുത്. ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിയ ആൾക്കാരാണ്. ഞങ്ങൾ ഈ വന്ന ബുദ്ധിമുട്ടുകൾ മറ്റുള്ളവർക്ക് വരരുത്. അതുകൊണ്ടാണ് ദയവ് ചെയ്തിട്ട് പഠിക്കാൻ പറ്റുന്നത്. ഇതൊരു ബേസിക് ആയിട്ടുള്ളൊരു കാര്യം പഠിക്കുക. പഠിച്ചിട്ട് മാത്രം ചെയ്യും. നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകളും നന്നായാൽ നിങ്ങൾ 98% നിങ്ങൾക്ക് രക്ഷപ്പെടും. നിങ്ങൾ കഷ്ടപ്പെടും. കൂടിന് മേലെ കൂടി വെച്ചു
ഒരു കാരണവശാലും മുയലുകൾക്ക് നിപ്പിളിൽ വെള്ളം കൊടുക്കരുത്. കുറേ ജനങ്ങളുണ്ട് യൂട്യൂബിനകത്ത് നിപ്പിളിൽ വെള്ളം കൊടുക്കാൻ. നിങ്ങൾ ഇത്രയും ആൾക്കാർ ഇവിടെ ഇരിക്കുന്നു, നിങ്ങൾക്ക് വയറിളക്കം വന്നു, നിങ്ങൾക്കൊരു മരുന്ന് തരണം. ഇതിൻ്റെ അരത്തിൻ്റെ വായിലേക്ക് നിപ്പിൾ കൊടുത്താൽ നിങ്ങൾക്ക് മാത്രമായിട്ട് വെള്ളം തരാൻ പറ്റും. ഈ പൂച്ച എന്ന് പറഞ്ഞ ജീവി എപ്പോഴും കൈകൊണ്ട് ആക്രമിച്ചിട്ട് എൻ്റെ ഇരനെ പിടിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് അതെപ്പോഴും അതിൻ്റെ നഖം ഇങ്ങനെ മൂർച്ചാക്കുന്നത്. കണ്ടിട്ടുണ്ടോ? കാർപ്പറ്റിൻ്റെ മുകളിലോട്ട്. അതുകൊണ്ടാണ് നഖം മൂർച്ചാക്കുന്നത്. ഈ മുയൽ വായിൽ കടിച്ചിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എപ്പോഴും പല്ല് മൂർച്ച വേണം. ഈ പല്ല് മൂർച്ചാക്കാൻ വേണ്ടിയിട്ടാണ് ഈ മണ്ണിൻ്റെ ബൗളിൽ, മണ്ണിൻ്റെ പാത്രത്തിൽ ഇത് കഴിക്കുന്നത്, പല്ല് മൂർച്ചാക്കാൻ. അത് കടിച്ചിട്ടില്ലെങ്കിൽ ഇതിൻ്റെ പല്ല് അടിത്ത പല്ല് മുകളിലേക്കും നൂറും, മുകളിലത്തെ പല്ല് അടിയിലേക്കും നൂറും. ഈ മുയൽ എന്ന് പറഞ്ഞ ഈ ജീവൻ്റെ ഈ പല്ല് ഒരാഴ്ചയിൽ 1.2 മുതൽ 2 mm വരെ ഇത് നീളം വെക്കും. ഇത് നീളം വെക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് മണ്ണിൻ്റെ പാത്രത്തിൽ എപ്പോഴും വെള്ളം തീറ്റി കൊടുക്കുന്നത്. ഒരു മുയൽ കൃഷി ചെയ്യുമ്പോൾ ആദ്യം ആ ജീവിനെ പറ്റി പഠിക്കുക, അത് എന്താണെന്ന് ആദ്യം പഠിക്കുക. ഇത് ആരെങ്കിലും മുയലിനെ വളർത്തുന്നുണ്ട്, ലാഭം ഉണ്ടാക്കുന്നുണ്ട്, അത് പോയി ഇടിച്ച് പിടിച്ച് ചാടിക്കഴിഞ്ഞാൽ നിങ്ങൾ കയ്യിലിരിക്കുന്ന കാശ് ഉറപ്പാണ് പോകും. ഇത് കുട്ടികൾക്ക് കളിക്കാനുള്ള സാധനമല്ല ഈ മുയൽ, ഇത് നിങ്ങൾക്ക് നോക്കാനുള്ളതാണ്. മുയലിനോട് വളർത്തിയിട്ട് നാട്ടുകാരും കുടുംബക്കാരൊന്നും അതിൻ്റെ അകത്തേക്ക് കയറ്റി കൊണ്ടുപോകാൻ പറ്റില്ല. ഇതിന് ഹെയർ ബോൾ എന്ന് പറയുന്ന അസുഖമുണ്ട്. ഒരു വർഷത്തിന് 3 പ്രാവശ്യം ഇത് രോമം കൊയ്ക്കുന്ന ഒരു ജീവിയാണ് ഈ മുയൽ. ഇതിൻ്റെ രോമം കുഞ്ഞുങ്ങളെ മൂക്കിൻ്റെ അകത്തേക്ക് പോകും. കുഞ്ഞുങ്ങളെ അതിൻ്റെ അകത്ത് കയറിയത് ആളുകളുമില്ല. നമ്മളീ മൂക്കിൻ്റെ അകത്ത് രോമം ഉണ്ടല്ലോ, അതെന്തിനാണ്? ഇത് തടയാൻ വേണ്ടിയിട്ടാണ്. കുഞ്ഞുങ്ങളെ മൂക്കിൻ്റെ രോമം ഉണ്ടാവും ഇല്ല, അവർ മൂക്കിൻ്റെ അകത്തേക്ക് കയറിപ്പോകും. അപ്പം നിങ്ങളാൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുക. മുയൽ ഫാം ചെയ്യുമ്പോൾ ഒരു കാരണവശാലും നിലം സിമെൻറ്റ് ചെയ്യരുത്, മണ്ണായിരിക്കണം. ഈ മണ്ണ് എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ, നമ്മളിപ്പോൾ മേലൊക്കെ ഷീറ്റ് കൊടുത്ത് ഷീറ്റിൻ്റെ മുകളിൽ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ ഇതെപ്പോഴും താഴത്തേക്ക് വീണാൽ താഴത്ത് ചളിപിളിയാവും. ചളിപിളിയാകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നാച്ചുറലി അവിടെ നിങ്ങൾ സിമെൻറ്റ് ചെയ്യും. സിമെൻറ്റ് ചെയ്ത് വൈപ്പർ കൊണ്ട് പഠിച്ചെടുക്കും. 10, 20, 30 മൈൽ ഓക്കെ. 4 മാസം 5 മാസം കഴിഞ്ഞാൽ 4 ഇരട്ടിയാവും. ഇത് നിങ്ങൾക്ക് വൈപ്പർ വെച്ചിട്ട് പഠിച്ചെടുക്കാൻ പറ്റില്ല. 2 ദിവസം പഠിച്ചു വരാതിരുന്ന് കഴിഞ്ഞാൽ സ്മെല്ല് വരും. അപ്പം നിലം സിമെൻ്റ് ആയിരിക്കരുത്. ഇനിയിപ്പോൾ സിമെൻറ്റ് നിങ്ങൾ വൈപ്പർ കൊണ്ട് പഠിച്ചെടുത്താലും ടെമ്പറേച്ചർ കൂടുതൽ നേരത്തെ, നിങ്ങളെ പാലക്കാട് ജില്ലയിൽ ടെമ്പറേച്ചർ കൂടുതലാണ്, 42 ഡിഗ്രി വരെ അവിടെ ചൂട് വരുന്നുണ്ട്. ഇത് ഇവാപ്പറേറ്റ് ചെയ്യും. ഇത് ഇവാപ്പറേറ്റ് ചെയ്യുമ്പോൾ നെസ്റ്റ് ബോക്സിൻ്റെ അകത്താണ് കുഞ്ഞുങ്ങൾ കിടക്കുന്നത്. ഈ കുഞ്ഞുങ്ങളെ മേലെ വെള്ളത്തിൻ്റെ തുള്ളി തട്ടുമ്പോൾ അമ്മ കയറിയിട്ട് പാടുകൊടുക്കുക. കുഞ്ഞുങ്ങൾ അവിടെ കിടന്ന് നിങ്ങൾ അതിന് ഫീഡ് കൊടുക്കാൻ ഗോദ്രേജിൻ്റെ ഫീഡ് കൊടുക്കാൻ പറയും. ഗോദ്രേജിൻ്റെ ഫീഡ് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ കൈത്തീറ്റ മിക്സ് ചെയ്യുന്ന രീതികൾ ഞങ്ങൾ യൂട്യൂബിനകത്ത് ഞങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടിരുന്നോ? നൗഫലിനെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിച്ചിരുന്നു. കണ്ടിരുന്നില്ല? ആ, നൗഫൽ ആ തീറ്റ ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ തീറ്റ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് കൊടുക്കാം. ഇതാകുമ്പോൾ എന്താണ്? കാശ് കൂടുതലാണ്, പണി കുറവാണ്. മറ്റേതെന്താണ്? കാശ് കുറവാണ്, പണി കൂടുതലാണ്. കാരണം നിങ്ങൾ ഓരോരോ നേരത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ അതിനുള്ള തീറ്റ മിക്സ് ചെയ്തിട്ട് കൊടുക്കണം. ഇതാകുമ്പോൾ പാത്രത്തിൽ പോയിട്ട് അങ്ങിട്ട് കൊടുത്താൽ മതി. ഇത് മടിയന്മാർക്കുള്ളതാണ്, അത് പണിയെടുക്കുന്നുണ്ട്. ഒരാൾ മുയലിനെ വളർത്തുന്നുണ്ടെന്ന് പറഞ്ഞാൽ അയാൾ എങ്ങനെയാണ് ആ മുയലിന് വെള്ളം കൊടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം. അയാളെ ഇതിന് സ്നേഹിച്ചിട്ടാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ കാശിന് വേണ്ടിയിട്ടാണോ ചെയ്യുന്നത്? നിപ്പിളിൽ വെള്ളം കൊടുക്കുന്ന ഒരാളും മുയലിനെ സ്നേഹിക്കുന്നില്ല. വെറുതെ ചുമ്മാ അതിന് വെള്ളം കിട്ടുന്നുണ്ടല്ലോ, കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ അടിയിൽ ബ്ലോക്ക് വന്നാൽ എന്ത് ചെയ്യും? വെള്ളം വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ മണ്ണിന്റെ പാത്രത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ആവശ്യമില്ല, അറിയുന്നില്ല. ഇപ്പോഴുള്ള കൂടെ പോകുമ്പോൾ ചിലര് കുടിക്കാതിരിക്കും. അപ്പൊ അതിന് അസുഖമാണ് നമുക്ക് മനസ്സിലാക്കാം. കിട്ടൂല കിട്ടൂല. ആരെങ്കിലും കുടിച്ചോ നിങ്ങൾ ഒരു ദിവസം 3 പ്രാവശ്യം മണ്ണിന്റെ പാത്രത്തിൽ വെള്ളം കൊടുത്താൽ അതിൻ്റെ അകത്ത് കയറില്ല. രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് ഇതിന് വെള്ളം കൊടുക്കാൻ കയറില്ല. കയറുമ്പോൾ നിങ്ങൾ നോക്കും മോനോടെ കടിപിടി പറ്റിക്കണോ, പ്രസവിക്കാനായിക്കണോ, വല്ലതോ. ആദ്യം പൊന്നാര സുഹൃത്ത് ഇതിന് സ്നേഹിക്കാനൊരു മനസ്സാദ്യം വേണം. എനിക്ക് കറണ്ടിന്റെ ബില്ല് ഫ്രീയാണ്. എനിക്ക് കറണ്ടിന്റെ ബില്ല് ഫ്രീ ആണ്. 14 സ്റ്റേറ്റില് ഞാൻ മുയലിനെ വളർത്തുന്ന ആളാണ്. ഞങ്ങൾ ഇത്രയും വെള്ളത്തിന്റെ പാത്രങ്ങളിൽ കൊടുത്തിട്ട് ഓരോരോ ഫാമുകളിൽ പോയി നോക്കുമ്പോൾ ഓരോരോ മുയലുകളും കൂടി കണ്ടാൽ ഞങ്ങൾ ഞെട്ടിപ്പോകും. അത്രയും അപ്പോൾ ഇത്രയും ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ നിപ്പിള്ളം കൂടി കൊടുക്കാനുള്ള അവസ്ഥ ഉണ്ടാവും. വെള്ളം എപ്പോഴും വേണം. അരി പോളിഷ് ചെയ്ത് ആ ചുവപ്പ് കളറ് നമ്മൾ ആലപ്പുഴ ജില്ലയിലൊക്കെ കിട്ടുന്നുണ്ട്. അവരിന്റെ തവിട് അത് തവിടല്ലാണ്, ചോളത്തിന്റെ തവിട്, ഗോതമ്പിന്റെ തവിട്, കുഴിഞ്ഞിന്റെ തവിട്. ഇതാണ് തവിട്. ഇതാണ് കൊടുക്കുക.
അതേ കൊടുക്കാൻ പാടുള്ളൂ. അല്ലാത്തതൊന്നും നിങ്ങൾ കൊടുക്കരുത്. ഞങ്ങൾ പറയുന്നത് അനുസരിച്ച് അല്ല ഇതിന് കണ്ടാൽ ഞാൻ എന്തായാലും ഞാൻ ചോദിച്ച ആ സാധനം കിട്ടാനുള്ളതിനോട് അവലിന്റെ തവിടുണ്ട് അതിന് തവിട്, ചോളത്തിന്റെ തവിട്, ഗോതമ്പിന്റെ തവിട്, ഉഴുന്നിന്റെ തവിട്, സോയന്റെ പൗഡർ. കുട്ടിയൊക്കെ കൊണ്ട് ഇതിന് എങ്ങനെ എക്സ്പെൻസ് കുറച്ച് ചെയ്യാൻ പറ്റും, അങ്ങനെ ചെയ്താലേ നമുക്ക് അതിന് കുട്ടികളെ പ്രോഫിറ്റാണ്. അങ്ങനെ ചെയ്യും. കുഞ്ഞുങ്ങളായി കഴിഞ്ഞാൽ അതിനെ വിൽക്കാൻ കഴിയും. വീടിന് ഒരിക്കലും കൊഴുപ്പ് കയറുന്ന അങ്ങനത്തെ ഐറ്റംസ് ആ കൊടുക്കുന്ന ഒരു ഫീഡന്നെ നമുക്ക് കണ്ടിന്യൂ ഞാൻ പോസ്റ്റ് ചെയ്തത് കണ്ടു മൊബൈല്. ഉഴുന്നിന്റെ പിന്നെ അതുപോലെ മറ്റേ കമ്പപ്പൊടി. ഇതെന്താ വെച്ചാൽ ഒരു ദിവസം രാവിലെ 4:30 മണി 5 മണിക്ക് പുലർച്ചയ്ക്ക് തുടങ്ങും ഫോൺ വിളി. എൻ്റെ മൊബൈലിന് ഞാൻ എന്താ തിന്നാൻ കൊടുക്കേണ്ടത്? അപ്പോൾ തിന്നാൻ കൊടുക്കേണ്ട യൂട്യൂബിൽ പോയി നോക്കിയാൽ അതിൽ കാണാം. ആരെങ്കിലും 2 മുയലിനെ വളർത്തുന്നെങ്കിൽ അവര് വിളിക്കും കിട്ടും. ഞാനൊക്കെ ലോഡ് ചെയ്ത് വെച്ചേക്കാം. അപ്പൊ ഇതാണ് കണ്ട യൂട്യൂബിൽ പോയി ഇത് കൊണ്ടുപോയി മൊബൈലിനാണ്ട് കൊണ്ടുപോയി മരത്തിന്റെ കൂട്ടിലെടുത്തിട്ട് വളർത്തും. ഈ മരത്തിന്റെ കൂട്ടിന്റെ മോഡലത്തിൽ കംപ്ലീറ്റ് പുഴുക്കൾ വരും. മരത്തിന്റെ ഫ്രെയിം അടിച്ച് അതിന്റെ മുകളിലുള്ള നെറ്റ് കൊടുക്കുന്നത്. ഇതിൽ പുഴു വരുമ്പോൾ ഈ പുഴു നാവിട്ട് നടക്കും. ഇതിന് അസുഖം പിടിക്കും. ഒന്നിന് വന്നാൽ അടുത്തേന് പിടിക്കും, അടുത്തേന് പിടിക്കും, അടുത്തേന് മൊത്തം അസുഖം പിടിക്കും. ഇത് കമ്പിക്കൂട്ടിയിൽ വളർത്തിയിട്ട് നമ്മളിത് സ്റ്റെറിലൈസ് ചെയ്യണം. ഒരു പൈപ്പിൻ്റെ മുകളിൽ കുറച്ച് നിങ്ങളെ പഴയ ബനിയനും ഷർട്ടെല്ലാം കൂടെ ചുറ്റി ഒന്ന് മണ്ണെല്ലാം നോക്കിയിട്ട് ഒന്ന് കൂട് കത്തിക്കണം. കൂടിന് മേലെ കൂട് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കൂട് കത്തിക്കാൻ പറ്റുക, കൂട് സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റുക. സിംഗിൾ ലെയറിൽ മാത്രം ഇത് ചെയ്യണം. പുല്ലരിയാതൊരു മനസ്സ് അത് നമുക്ക് ആദ്യം വേണം. അതുണ്ടെങ്കിൽ നടക്കുള്ളൂ. ഇത് കൊണ്ടുപോയാൽ മറ്റുള്ള ജീവി ആദിനെ പോലെ ഒന്നല്ല, കുറെ കുട്ടികളുണ്ടാകുമ്പോൾ പ്രശ്നമാണ്. ഇത് നിങ്ങൾക്ക് ചെയ്യാം, നിങ്ങൾക്കിത് ചെയ്യാം. പക്ഷെ അതിനെക്കാട്ടി കൂടുതൽ നോട്ടം വേണം ഇതിന്. മീന, ഗോൾഡ് ഫിഷ്. ആദ്യം നിങ്ങളുടെ വീട്ടിൽ സ്ത്രീകളോട് ചോദിച്ചു നോക്കുക, അവർക്ക് പറ്റും. നിങ്ങൾ എത്ര ലക്ഷം രൂപയുടെ മുയലിനെ വളർത്തിയാലും ഞാൻ തിരികെ വാങ്ങും. ഞാനിത് തിരികെ വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വല്ലതും കിട്ടണം. നിങ്ങൾക്ക് കിട്ടിയാലേ നിങ്ങൾക്ക് കണ്ടിട്ട് മറ്റുള്ളവരിലേക്ക് ഇറങ്ങിയിരിക്കണം. ഇപ്പോൾ വരെ നാട്ടിൽ താമസം ഒരാൾ ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ല, ഫാമിലാക്ക് കിടന്നു പറഞ്ഞു. അത് കണ്ടിട്ടാണ് ഇവർ വന്നത്. ഇപ്പോൾ ഇവർ ചെയ്യണ പാലക്കാട്ടായിരുന്നു അതിരിക്കുന്നത്. അതിപ്പോൾ 2 ആഴ്ച കഴിഞ്ഞാൽ വരും. ശരിയാണ്. പക്ഷേ ആദ്യം നമ്മളൊരു മുയൽ എന്താണ്, ആണ്, പെണ്ണ്, രോഗം രോഗം വരാതെ കാരണം, കൊടുക്കാനുള്ള മരുന്ന്, തീറ്റ, പുല്ല്. ഇത് എവിടുന്നോ വാങ്ങിച്ച മുയലിനുള്ള സംശയം കൊണ്ട് ചോദിക്കണം. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇവിടെ കേരള സർക്കാർ ഓരോരോ പഞ്ചായത്തിലും ഓരോരോ മൃഗ ഡോക്ടർമാരുണ്ട്. അവർ ഡോക്ടർക്ക് അങ്ങോട്ട് കൊണ്ടുപോകില്ല. നിങ്ങളുടെ പേരെന്താണ്? നിങ്ങളുടെ പേര് നിങ്ങൾക്കറിയാം, ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് 7 തലമുറകൾ തമ്മിൽ വിവാഹം കഴിക്കാൻ പാടില്ല. ഉണ്ടോ ഇല്ലേ? നിങ്ങൾ ബൈബിളിൽ എടുത്തോണ്ടിരുന്നോ? ഉണ്ടോ ഇല്ലേ? ബൈബിൾ കഴിക്കാറുണ്ടോ? നിങ്ങളുടെ പ്രതികോസാ ഉണ്ടെന്ന് തോന്നിയില്ലേ? അപ്പോൾ 7 തലമുറകൾ തമ്മിൽ വിവാഹം കഴിക്കാൻ പാടില്ലെന്ന് ബൈബിളിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ബ്ലഡ് റിലേഷൻ വരാതിരിക്കണം. അതേപോലെ തന്നെ ആട്, നിങ്ങൾ ആടിനെ വളർത്തുന്ന ആളാണ്, അതിൻ്റെ കുഞ്ഞുങ്ങളെ കുറിച്ചാണ് കേൾക്കുന്നത്. ഇല്ലല്ലോ. നായക്ക് അങ്ങനെ ചേർത്തില്ല, മുയലിനെ ചേർത്തില്ല. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഞാൻ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത് നിങ്ങൾ ചെയ്യാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടും. അതല്ല, ചെയ്യരുത് എന്ന് പറഞ്ഞത് നിങ്ങൾ വീണ്ടും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അനുഭവിക്കുക. അടിയിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ്, ഞാനിപ്പം മിഞ്ഞാൻ ഇൻ്റർവ്യൂ കുറേ ഫാമുകളിൽ പോയി. പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ്, എന്തിന് പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ്? എന്നാലും മണ്ണാണ്. അതൊന്ന് ശരിക്കും ലൂസാക്കി കൊടുത്താൽ മൂത്രം ഭൂമിയിലേക്ക് വലിഞ്ഞു പോകും. ചെയ്യൂല. അതായത് അടിച്ചു വരണ്ടേ? മൂത്രം വേറെന്തോ ആവശ്യത്തിന് കീടനാശിനിയായിട്ടൊക്കെ ഉപയോഗിക്കാം. എന്തേലും കാര്യം ഏത് വയസ്സ്? ആയിട്ട് മാത്രമേ എപ്പോഴും ഫാമിൻ്റെ അകത്തേക്ക് കാറ്റടിക്കാൻ പാടുള്ളൂ. ഒരു ഭാഗത്ത് കയറി മറ്റേ ഭാഗത്തേക്ക് ഒഴുകി പോകണം. ഈ ഒഴുകി പോകുമെന്ന് പറയുമ്പോൾ സൈഡിലെ വോള് 2 അടിയെ പാടുള്ളൂ. കൂട് നിർത്തുന്നത് 2 അടിയിൽ. അപ്പോൾ കാറ്റ് കയറി കഴിഞ്ഞാൽ മുയലിൻ്റെ ചെവി മുകളിൽ തട്ടിയിട്ട് അപ്പുറത്ത് കൂടെ ഒഴുകി പോകണം. കാരണം ഈ മുയലെന്ന് പറഞ്ഞ ജീവിൻ്റെ ഈ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്നത് അതിൻ്റെ ചെവിയാണ്. ഈ ചെവിൻ്റെ മുകളിൽ കാറ്റ് തട്ടിട്ട് പോകാൻ പാടുള്ളൂ. ഇത് ആളെക്കാട്ടി വലിയ ആയിട്ടില്ല. മതിൽ കെട്ടത്തിൻ്റെ അകത്തേക്ക് കാറ്റിട്ടില്ല. ഓരോരോ ഫാമ് പോയി കഴിഞ്ഞാൽ മുയലുകൾ കിടന്ന് കിടക്കുന്നത് കാണാം. പിന്നെ നാട്ടുകാർ കാണും, ആൾക്കാർ കാണുമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ കിട്ടുന്നത്.
അങ്ങനെയുള്ളത് ഒരിക്കലും ചെയ്യരുത്. ആ ജീവനെ വളർത്തുന്ന രീതിയിൽ നമ്മൾ അതിനെ വളർത്തുക. മുയൽ അയക്കാത്തൊരു ജീവിയാണ്. ഇവിടെ നിങ്ങോട്ട് മാത്രമേ ഇതിനെ നനവുള്ളൂ. അപ്പോൾ ഇത് എന്ത് കഴിച്ച് കഴിഞ്ഞാലും അതിൻ്റെ മുകളിൽ ഇതിന് വെള്ളം കിട്ടണം. അപ്പോൾ വെള്ളം നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ. കഴിച്ചതിന് ശേഷം വെള്ളം കുടിക്കും. ഇതിന് ഏറ്റവും നല്ലത് വൈക്കോല. ഫൈബർ ഏറ്റവും കൂടുതൽ ഫൈബർ കണ്ടന്റ് ഉള്ളത് വൈക്കോലാണ്. അഴകാത്ത ജീവികൾ കഴിച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ ഇത് ദഹനം നടന്നുകൊണ്ടിരിക്കും. 60% ഗ്രീൻ ലീഫ് ഫൈബറും 40% ഫീഡും. അതാണ് ഇതിൻ്റെ കണക്ക്. നമ്മൾ ആ ഒരു റേറ്റിൽ തന്നെ എപ്പോഴും പോവുക. രാവിലെ വൈകിട്ട് 2 നേരം. നിങ്ങൾ രാവിലെ ജോലിക്ക് പോകുന്ന ആളാണെങ്കിൽ രാവിലെ അതിന് ഫീഡ് വെച്ച് കൊടുക്കുക, അതിൻ്റെ മുകളിൽ പുല്ല് വെച്ച് കൊടുക്കുക, വെള്ളം ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് പോവാം. വീട്ടിലുള്ള അമ്മക്ക് വെള്ളം ഒഴിക്കുന്ന ഒരു ജോലി ഏൽപ്പിച്ചു കൊടുക്കുക. ഉച്ചയ്ക്ക് വെള്ളം തീർന്നു കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ മുയല നിങ്ങളുടെ കൂട്ടിൻ്റെ അകത്ത് നിങ്ങളിവിടുന്ന് മുയല കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ മുയല കൂട്ടിൻ്റെ അകത്ത് എപ്പോഴും ആ കോർണറിൽ മാത്രമേ ഇത് കിടക്കുള്ളൂ. നടുവിലിരിക്കുന്നത് കിടക്കുക. കിടക്കുന്ന സ്ഥലം അവിടെയാണ്. അപ്പോൾ അത് കിടക്കുന്നതോട് പോയിട്ട് നമ്മൾ തടസ്സങ്ങളൊന്നും ഉണ്ടാക്കരുത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ ഇത് കിടന്നു തുടങ്ങും. വൈകുന്നേരം വരെ കിടന്നു തുടങ്ങും. വൈകിട്ട് 4 മണി 5 മണിക്ക് നീങ്ങിക്കൊള്ളും. അതിന് കിടന്നു തുടങ്ങും. ആ നേരത്ത് വീണ്ടും അടുത്ത തീറ്റ കൊടുക്കുക. ഈ കിടക്കുന്ന നേരത്താണ് നമ്മളതിന് കൊടുക്കുന്ന ഈ ആഹാരം അതിൽ മാംസമായിട്ട് മാറുന്നത്. കോളനി കൂടുണ്ടാക്കുമ്പോൾ ഒരിക്കലും വലിയൊരു കൂടുണ്ടാക്കി ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പിക്കരുത്. ഓടിപ്പിച്ച് കഴിഞ്ഞാൽ അതിന് തൂക്കം കയറില്ല. നിങ്ങൾ വെള്ളത്തിനകത്ത് ഓടാൻ പോകുന്നില്ലേ? എന്തിനാണ് ഓടാൻ പോകുന്നത്? നിങ്ങൾ ബോഡി വെയിറ്റ് കുറക്കാനും വേണ്ടിയിട്ട്. അതേപോലെ മുതൽ ഭക്ഷണം കഴിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കഴിഞ്ഞാൽ ഇതിന് ബോഡി വെയിറ്റ് കയറാൻ പോകുന്നില്ല. അപ്പോൾ എപ്പോഴും 2/2 അകത്തിട്ടിട്ട് മാത്രമേ ഇതിനെ വളർത്തുള്ളൂ. മനസ്സിലായില്ലേ? UK US എന്ന് പറഞ്ഞാൽ മുയൽ തിന്നാൻ കിടക്കുക ആ ഒരു ഗ്യാപ്പിൽ മാത്രമാണ് മുയലിനെ വളർത്തുന്നത്. അതേപോലെ നമ്മൾ കേരളത്തിനകത്ത് മുയലിനെ വളർത്തി കഴിഞ്ഞാൽ പീപ്പിൾ ഫോർ ആനിമൽ അല്ലെങ്കിൽ ക്രൂവൽറ്റി ടു ആനിമൽ ആക്ട് ആർട്ടിക്കിൾ ചാർട്ടിക്ക് നമ്മൾ അതാക്കും. നമ്മുടെ നിയമം അങ്ങനെയാണല്ലോ. ഒരു മുയലിന് ഇത്ര സ്ഥലമാണ്, ഇതുകൊണ്ട് നിങ്ങൾ അതിനകത്ത് ഇത്രയും ഗ്യാപ്പിൽ നിർത്തി വയ്ക്കും. പക്ഷെ അതിനെ വളർത്തുന്നത് അങ്ങനെയാണ്. അവിടെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ക്രൂവൽറ്റി ടു ആനിമൽ ആക്ട് വരില്ല. മുയലിനെ കൊണ്ടുപോകുമ്പോൾ ഓരോരോ കണ്ടില്ലാത്ത ഓരോരോ കൂട്ടിട്ട് നമ്മളിവിടുന്ന് യാത്ര ചെയ്യുള്ളൂ. ഒരുമിച്ച് അവിടെ കഴിഞ്ഞാൽ അവർ പിടിക്കാൻ വകുപ്പുണ്ട്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ആദ്യം അരിവാട് എടുത്തിട്ട് പുല്ലറിയാൻ പറ്റുന്നു. വാഴയില, പ്ലാവിൻ്റെ ഇല, മുരിക്കിൻ്റെ ഇല, അടമ്പൻവള്ളി, തെങ്ങിൻ്റെ ഇല, പനൻ്റെ പട്ട, വൈക്കോല്, കുളവായ, CO3, CO4, അസോള ഇതെല്ലാം നമുക്ക് കൊടുക്കാം. ആ കൂട്ടിലെ മരം കൊടുത്താൽ മതി. നമ്മൾ പുല്ലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ആവശ്യമുള്ളത് കഴിച്ചതിൻ്റെ ശേഷം ബാക്കിയുള്ള പുല്ലിൻ്റെ മേലേക്ക് കയറി കിടക്കും. ഇത് കിടന്നു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ കാഷ്ട മൂത്രം വരും. ഇതിൻ്റെ മൂത്രത്തിൽ അമോണിയ ഉള്ളതാണ്. അതിൻ്റെ മുകളിൽ കിടക്കുമ്പം ഇതിന് ബ്ലൂബസ്റ്റ് വരും. ചൂട് എപ്പോഴും സ്റ്റെറിലൈസ് ചെയ്യുക, കത്തിക്കുക, പന്തം കത്തിക്കുന്നത് പോലെ കത്തിക്കുക. ഇത്